സ്പെയിനിന്റെ ഉത്തരാഫ്രിക്കൻ അതിർത്തി നഗരമായ സെറ്റയിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന അഭയാർത്ഥി പ്രവാഹം കേവലം ഒരു പ്രാദേശിക അതിർത്തി പ്രശ്നമല്ല, മറിച്ച് പാശ്ചാത്യ ശക്തികൾ പതിറ്റാണ്ടുകളായി മേഖലയിൽ തുടരുന്ന തെറ്റായ വിദേശ നയത്തിന്റെ കടുത്ത പ്രത്യാഘാതമാണെന്ന് റഷ്യ വീണ്ടും തുറന്നടിച്ചിരിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ മണ്ണിലേക്ക് കടന്നു കയറാൻ പതിനായിരക്കണക്കിന് മനുഷ്യർ ജീവൻ പണയം വെച്ച് നടത്തുന്ന ഈ നെട്ടോട്ടം ഒരു മാനുഷിക ദുരന്തമായി മാറുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണക്കാരെ വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ് മോസ്കോ. ഇറാഖ്, സിറിയ, ലിബിയ തുടങ്ങിയ പരമാധികാര രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞും അധിനിവേശത്തിന്റെ രൂപത്തിലും പാശ്ചാത്യ രാഷ്ട്രങ്ങൾ നടത്തിയ സൈനിക ഇടപെടലുകളാണ് ഇന്നത്തെ ഈ വൻ പ്രതിസന്ധിക്ക് ആധാരമെന്ന് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഗ്രൂഷ്കോ ശക്തമായ ഭാഷയിൽ ആരോപിച്ചു. പശ്ചിമേഷ്യൻ മേഖലകളിലെ സുസ്ഥിര ഭരണ സംവിധാനങ്ങളെയും രാജ്യങ്ങളെയും പൂർണ്ണമായി തകർത്തു കളഞ്ഞത് ഇതാണ്. യൂറോപ്യൻ അധിനിവേശങ്ങളുടെയും ബോംബാക്രമണങ്ങളുടെയും ഫലമായി ജനങ്ങൾ സ്വന്തം ജന്മനാടുകളിൽ നിന്ന് വൻതോതിൽ പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഭരണകൂടങ്ങൾ തകരുകയും ക്രമസമാധാനം തകരുകയും ചെയ്തതോടെ ദാരിദ്ര്യവും വിനാശവും മാത്രമാണ് ആ രാജ്യങ്ങളിൽ ശേഷിച്ചത്. ഇങ്ങനെ തങ്ങൾ തന്നെ വിതച്ച വിത്തിന്റെ ഫലമാണ് ഇപ്പോൾ അഭയാർത്ഥി പ്രവാഹമായി യൂറോപ്പിന്റെ വാതിലുകളിൽ വന്നു മുട്ടുന്നതെന്ന് പാശ്ചാത്യ ശക്തികളെ ഓർമ്മിപ്പിക്കുകയാണ് റഷ്യ. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന സ്പെയിനിന്റെ കുഞ്ഞ് എൻക്ലേവായ സെറ്റയിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പതിനായിരക്കണക്കിന് അഭയാർത്ഥികളാണ് കടന്നു കയറിയത്. കരമാർഗവും കടൽമാർഗവും അതിർത്തി വേലികൾ തകർത്തും ഒഴുകിയെത്തിയ ഈ ജനപ്രവാഹം സ്പാനിഷ് അതിർത്തി സുരക്ഷാ സേനയെയും ഭരണകൂടത്തെയും പൂർണ്ണമായും നിഷ്പ്രഭരാക്കി കളഞ്ഞു. മേഖലയിൽ ഇതൊരു അടിയന്തര മാനുഷിക പ്രതിസന്ധിയായി ഇതിനോടകം വളർന്നു കഴിഞ്ഞു. അതിർത്തിയിലെ ഈ അഭൂതപൂർവമായ കടന്നുകയറ്റം തങ്ങളുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും തമ്മിലുള്ള കടന്നുകയറ്റമായാണ് സ്പെയിൻ കാണുന്നത്. വിദേശത്തു നിന്നുള്ള ഈ മനുഷ്യപ്രവാഹത്തെ തടയാൻ തങ്ങൾക്കാവുന്നത്ര സൈനിക ശക്തിയും സുരക്ഷാ മുൻകരുതലുകളും സ്പാനിഷ് സർക്കാർ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണാതീതമായി തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ കടുത്ത ആശങ്കയും രോഷവും പ്രകടിപ്പിച്ച യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ അതിർത്തികൾ കൂടുതൽ ഭദ്രമാക്കണമെന്നും മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശം നൽകി. അനധികൃതമായി കടന്നുകൂടിയ അഭയാർത്ഥികളെ എത്രയും വേഗം അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും EU ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന ഇത്തരം സുരക്ഷാവാദങ്ങൾ കേവലം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും റഷ്യയും ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം രാജ്യങ്ങളിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരെ തെരുവിലേക്ക് തള്ളിയിട്ടത് ആരുടെ വിദേശ നയമായിരുന്നുവെന്ന ചോദ്യമാണ് മോസ്കോ ഇവിടെ അക്കമിട്ട് നിരത്തുന്നത്. പ്രത്യേകിച്ച് ലിബിയൻ സ്വേച്ഛാധിപതി അമ്മർ അൽ ഗദ്ദാഫിയുടെ പതനത്തിന് ശേഷം ഉത്തരാഫ്രിക്കൻ മേഖലയിലുണ്ടായ രാഷ്ട്രീയ ശൂന്യതയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പ്രധാന പാതയായി മാറിയത്. നാറ്റോയുടെ നേതൃത്വത്തിൽ നടന്ന ബോംബാക്രമണങ്ങൾ ലിബിയയെ ഒരു രാജ്യമല്ലാതാക്കി മാറ്റുകയും ഭീകര സംഘടനകൾക്കും മനുഷ്യക്കടത്തുകാർക്കും വിഹരിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. സമാനമായ അവസ്ഥ തന്നെയാണ് ഇറാഖിലും സിറിയയിലും സംഭവിച്ചത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന പേരിൽ അമേരിക്കയും സഖ്യകക്ഷികളും നടത്തിയ സൈനിക ഇടപെടലുകൾ ദശലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെയാണ് സ്വന്തം വീടുകളിൽ നിന്ന് തെരുവിലേക്ക് എറിഞ്ഞത്. കുടുംബവും ജീവിതവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ യൂറോപ്പിലേക്ക് പലായനം ചെയ്യുകയല്ലാതെ വേറെ വഴികൾ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ വൻതോതിൽ അഭയാർത്ഥികൾ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രം വിലാപം കഴിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ നിലപാടിലെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ തുറന്നു കാണിക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ രാജ്യങ്ങളിൽ ബോംബുകൾ വർഷിച്ച് ഭരണം അട്ടിമറിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം സ്വന്തം രാജ്യങ്ങളിലേക്ക് അടിച്ചു കയറുമെന്ന് യൂറോപ്പ് ചിന്തിച്ചില്ല എന്നത് വൻ രാഷ്ട്രീയ തിരിച്ചടിയാണ്. മൊറോക്കോയും സ്പെയിനും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങളും ഈ അഭയാർത്ഥി പ്രവാഹത്തിന് ആക്കം കൂട്ടി. രാഷ്ട്രീയം ലാഭങ്ങൾക്കായി അതിർത്തി സുരക്ഷയിൽ അയവ് വരുത്തി മനുഷ്യരെ ആയുധമാക്കുന്ന തന്ത്രം മൊറോക്കോ പയറ്റുന്നുണ്ടോ എന്ന സംശയവും പാശ്ചാത്യ മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. എങ്കിലും പ്രശ്നത്തിന്റെ മൂലകാരണം അത് മാത്രമല്ലെന്ന് ലോകം തിരിച്ചറിയുന്നു. സെറ്റയിലെ തെരുവുകളിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ മാനുഷിക തകർച്ചയുടെ ചിത്രമാണ്. ഭക്ഷണവും വെള്ളവും തലചായ്ക്കാൻ ഇടവുമില്ലാതെ ആയിരക്കണക്കിന് മനുഷ്യരാണ് അവിടെ അലഞ്ഞു തിരിയുന്നത്.
അതിർത്തി കടന്നെത്തുന്നവരെ ക്രൂരമായി മർദ്ദിച്ചൊതുക്കാനും തിരികെ അയക്കാനും സ്പാനിഷ് സൈന്യം ശ്രമിക്കുമ്പോൾ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമാണ് അനുഭവിക്കുന്നത് എന്ന് സമ്മതിക്കാൻ യൂറോപ്പ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതിർത്തികളിൽ കൂടുതൽ വേലികൾ കെട്ടി ഉയർത്തുന്നതിലൂടെയോ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നതിലൂടെയോ മാത്രം തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല ഈ അഭയാർത്ഥി പ്രവാഹമെന്നവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അധിനിവേശം നേരിട്ട രാജ്യങ്ങളിൽ സമാധാനവും സുസ്ഥിരതയും തിരികെ കൊണ്ടുവരാതെ അവരെ ജീവിക്കാൻ അനുവദിക്കാതെ ഈ പ്രവാഹം അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിനൊപ്പം തങ്ങൾ തകർത്തു കളഞ്ഞ രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് പ്രാധാന്യം നൽകാൻ പാശ്ചാത്യ ലോകം നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സ്പെയിനിലെ സെത്തയിലുണ്ടായ മാനുഷിക പ്രതിസന്ധി പാശ്ചാത്യ ലോകത്തിന് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ആധിപത്യവും ആക്രമണവും അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന് തങ്ങളുടെ കൊട്ടാരക്കെട്ടുകൾ സുരക്ഷിതമല്ലെന്ന സത്യം യൂറോപ്പിന് മുന്നിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം തുറന്നു കാട്ടിയിരിക്കുകയാണ്.